നമുക്ക് വ്യൂസ് എങ്ങനെ കൂട്ടാം, സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ പോലുള്ളവരുടെ വീഡിയോ കാണുന്ന മിക്കവാറും നിർത്തിയൊന്നും വരാൻ കേട്ടോ. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ പുതിയ 2 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും ഒക്കെ കൂട്ടാൻ ഈ അപ്ഡേറ്റ് നമുക്ക് ഉപകരിക്കും. അതുപോലെ ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഒരു കൺഫ്യൂഷനും നിലനിൽക്കുന്നുണ്ട്. ആ കൺഫ്യൂഷനും നമ്മൾ ഈ വീഡിയോയുടെ തീർക്കുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷോർട്സ് ക്രിയേറ്റേഴ്സിന് അവരുടെ ഇൻകം കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഈ അപ്ഡേറ്റ് ഈ വർഷം ലാസ്റ്റിൽ അല്ലെങ്കിൽ 2026 തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഷോർട്സ് ക്രിയേറ്റേഴ്സിന് അതിലൂടെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഈ 2 അപ്ഡേറ്റിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയുടെ താഴെ ഹൈപ്പ് ഓപ്ഷൻ കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ആദ്യം ഈ കോമൺ ആയിട്ടുള്ള അപ്ഡേറ്റ്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്നുള്ളത് പറയാം. അതിനുശേഷം ഈ ഷോർട്സ് ക്രിയേറ്റേഴ്സിൻ്റെ ഏണിംഗ് കൂട്ടുന്നതിനുള്ള അപ്ഡേറ്റ് അതെന്താണെന്നുള്ളത് പറയാം. ഇവിടെ നോക്കുക, ഇതേപോലൊരു മെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് ഇവിടെ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഈ യൂട്യൂബ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ക്രിയേറ്റേഴ്സിൻ്റെ വ്യൂസ് കുറയാൻ ചാൻസ് ഉള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്നാണ് ഞാൻ അതിൽ പറഞ്ഞിരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, അന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന അപ്ഡേറ്റ് ഇത് വ്യൂവേഴ്സിനുള്ള ആസ്ക് സ്റ്റുഡിയോ ആണ്. അതായത് നമ്മുടെ ഒരു വ്യൂവർ നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർക്ക് ഈ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ അവർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ വാട്ട് ഈസ് അബൌട്ട് ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യൂട്യൂബ് അവർക്ക് ആ വീഡിയോയെക്കുറിച്ച് ഒരു സമ്മറി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ വ്യൂവർ എന്ത് ചെയ്യും, ആ സമ്മറി വായിച്ചിട്ട് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് കാണാതെ സ്കിപ്പ് ചെയ്ത് പോകും. അങ്ങനെ നമ്മുടെ വ്യൂസ് അവിടെ കുറഞ്ഞു പോകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് അത് വ്യൂവേഴ്സിനുള്ള ആസ്ക് സ്റ്റുഡിയോ ആണ്. പക്ഷേ ഈ മെയിലിൽ പറഞ്ഞിരിക്കുന്ന ഈ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇത് നമ്മൾ ക്രിയേറ്റേഴ്സിനുള്ള ആസ്ക് സ്റ്റുഡിയോ ആണ്. ഇത് നമ്മുടെ സ്റ്റുഡിയോയിൽ, യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ മൊബൈൽ ആപ്പിൽ കാണിക്കത്തില്ല. ഇത് നമ്മൾ ക്രോം ബ്രൗസറിലൂടെ നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും ഇത് കാണിക്കുന്നത്. ഈ ആസ്ക് സ്റ്റുഡിയോ നമ്മൾ ക്രിയേറ്റേഴ്സിന് പ്രയോജനപ്പെടുന്ന ഒരു ആസ്ക് സ്റ്റുഡിയോ ആണ്. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ. ഇത് ആദ്യം നിങ്ങളങ്ങ് ക്ലിയർ ആക്കുക. ഇവിടെ നോക്കാം, ഞാൻ ക്രോമിലൂടെ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് കയറുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒന്ന് സൂം ചെയ്തിട്ട് ഏറ്റവും മുകളിലായിട്ട് നോക്കിയേ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പുതിയ ഒരു ഐക്കോൺ വന്നിരിക്കുന്നുണ്ട്. ഈ ഐക്കോണിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്രിയേറ്റേഴ്സിനുള്ള ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇതൊരു AI ഫീച്ചറാണ്. ഇതിനുള്ളിൽ നമ്മുടെ ചാനലിൻ്റെ അനാലിറ്റിക്സ്, അതായത് നമുക്ക് എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കമൻസും കാര്യങ്ങളും എങ്ങനെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എങ്ങനെയാണ് ഓടുന്നത്, ഈ കാര്യങ്ങളെല്ലാം അനാലിറ്റിക്സ് ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആസ്ക് സ്റ്റുഡിയോയുടെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് വ്യൂസ് എങ്ങനെ കൂട്ടാം, സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോ നമ്മൾ ഏതിടണം, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതിനനുസരിച്ചുള്ള ആൻസർ ആസ്ക് സ്റ്റുഡിയോ നമ്മളോട് പറയും. പക്ഷെ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ചോദിക്കുന്നത് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ ആൻസർ തരുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇവിടെ നമുക്ക് കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് യൂട്യൂബ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമാണ് നമുക്ക് ചോദിക്കാനുള്ളതെങ്കിൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നോക്കിയാൽ സമ്മറൈസ് കമൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഏതാണോ അതിൽ കിട്ടിയിരിക്കുന്ന കമൻസിനെ അനലൈസ് ചെയ്തിട്ട് ആളുകൾ കോമൺ ആയിട്ട് ആളുകളുടെ അഭിപ്രായം എന്താണോ അത് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ നോക്ക്, ഞാൻ ലാസ്റ്റ് ചെയ്തിരുന്ന ഒരു ലൈവ് ആയിരുന്നു. ആ ലൈവിൽ കിട്ടിയിരുന്ന കമൻസിൻ്റെ ഒരു കോമൺ അഭിപ്രായം, അതിൽ സ്മൈലിയും കാര്യങ്ങളും എല്ലാം നോക്കും കേട്ടോ. എല്ലാം കൂടെ നോക്കിയിട്ട് ആളുകളുടെ പൊതുവെ എന്താണോ അഭിപ്രായം അതിവിടെ യൂട്യൂബ് കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മറ്റെന്തെങ്കിലുമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ താഴെ നോക്കിയാൽ ആസ്ക് സംതിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്താണോ ചോദിക്കേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണമെന്ന് മാത്രം. അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, വിച്ച് വീഡിയോ മൈ ഓഡിയൻസ് നീഡ് നെക്സ്റ്റ്. ഏത് വീഡിയോ ആണ് എൻ്റെ ഓഡിയൻസ് അടുത്തത് കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ അനലൈസ് ചെയ്തിട്ട് അവർ 3 ടോപ്പിക്സ് ഇവിടെ നോക്കുക താഴെ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്സിൽ ഏത് വീഡിയോ ആണെങ്കിലും എനിക്ക് അടുത്തത് ചെയ്യാവുന്നതാണ്. കാരണം എൻ്റെ ചാനൽ അനലൈസ് ചെയ്തിട്ടാണ് യൂട്യൂബ് ഇതിവിടെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ പോലുള്ളവരുടെ വീഡിയോ കാണുന്ന മിക്കവാറും നിർത്തിയൊന്നും വരാൻ കേട്ടോ. ഇത് വളരെ നല്ല ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഇവിടെ നിങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും ഒക്കെ കൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിനോട് തന്നെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക, നിങ്ങൾ മറ്റൊരാളുടെ വീഡിയോ കാണുമ്പോൾ അവിടെ കാണിക്കുന്ന ഈ ആസ്ക് സ്റ്റുഡിയോയും ഇവിടെ ഈ ഒരു ആസ്ക് സ്റ്റുഡിയോയും ഇത് രണ്ടും രണ്ടാണ്. അത് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്.
ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഇത് ഷോർട്സ് ക്രിയേറ്റേഴ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. കാരണം ഷോർട്സിന് ഒരുപാട് ഇൻകം കുറവാണ്. അപ്പോൾ ഈ ഷോർട്സ് ക്രിയേറ്റേഴ്സിന്റെ ഇൻകം കൂട്ടാനായിട്ട് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ ഫീച്ചറാണിത്. നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു, ബ്രാൻഡ് കണക്ട് എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ വീഡിയോ ഞാനും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ യൂട്യൂബ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ ഷോർട്സിൽ നമുക്ക് ക്ലിക്കബിൾ ലിങ്ക് കൊടുക്കാമായിരുന്നത് യൂട്യൂബ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുമുണ്ട്. കാരണം യൂട്യൂബ് എപ്പോഴും സേഫ് ആയിരിക്കണം അതുകൊണ്ട്. പക്ഷേ അതിലും ക്രിയേറ്റേഴ്സിന് ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നിങ്ങളൊരു ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രോഡക്ട്സ് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾക്ക് കമ്മീഷനും കിട്ടും. പക്ഷേ ആ പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിലോ മിന്ത്രയിലോ നൈക്കയിലോ അതുമല്ലെങ്കിൽ പർപ്പിളിലോ അവൈലബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഞാനിപ്പോൾ ഈ ഫോൺ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ്. പക്ഷേ ഈ ഫോൺ എനിക്ക് ഈ പറഞ്ഞ 4 സൈറ്റുകളിലും കിട്ടുന്നില്ലെങ്കിൽ എനിക്കിതിനെ എൻ്റെ ആ ഷോർട്ട് വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് യൂട്യൂബ് ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. അതായത് ഒരുപാട് ട്രസ്റ്റഡ് ബ്രാൻഡുകളുണ്ട്. ആ ബ്രാൻഡുകളുടെ ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് നമുക്ക് നമ്മുടെ ഈ ഷോർട്ട് വീഡിയോടൊപ്പം കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിനുള്ള അപ്പീൽ ബ്രാൻഡ് തന്നെ യൂട്യൂബ് വഴി നമ്മളിലെത്തണം. അതായത് ബ്രാൻഡ് യൂട്യൂബിന് അപ്പീൽ ചെയ്യും, ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ യൂട്യൂബിന് അപ്പീൽ ചെയ്യും, ഈ ക്രിയേറ്റർ എൻ്റെ ലിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്, അത് അപ്രൂവ് ചെയ്യണം. അപ്പോൾ യൂട്യൂബ് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആളുകൾ സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിനുള്ള കമ്മീഷൻ ഈ അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ കമ്മീഷൻ കിട്ടത്തില്ല. നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ ലിങ്ക് ആണോ കൊടുക്കുന്നത് ആ ബ്രാൻഡ് തന്നെ യൂട്യൂബിനോട് അപ്പീൽ കൊടുത്ത് അത് അപ്രൂവ് ആയി നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ലിങ്ക് ഇവിടെ കൊടുക്കാനും പറ്റത്തുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടത്തുമുള്ളൂ. ഇത് വളരെ നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ഒരുപാട് ആളുകളുണ്ട് ഷോർട്ട് വീഡിയോസ് മാത്രം ക്രിയേറ്റ് ചെയ്ത് അതിൽ പ്രോഡക്ട്സ് ടാഗ് ചെയ്ത് ഈ അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചറും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിലൂടെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ 2 അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ഈ വീഡിയോയുടെ താഴെ കാണുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.